students, welcome back to Learnino. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെയിൻ ടോപ്പിക്സ് ആണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ് ആൻഡ് ഗ്രേഡിയൻറ്റ്. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ലെറ്റ് ഇറ്റ് ബി എഫ് ഓഫ് എക്സ് വൈ. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ്റെ ഇതേപോലെ റേറ്റ് ഓഫ് ചേഞ്ച് കാണാൻ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷൻ ഓൾസോ അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ്, അതിന് വേണ്ടിയിട്ടാണ് ഈ ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഒരു ഫംഗ്ഷൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കുക, അതും സ്പെസിഫിക്കലി ഒരു പെർട്ടിക്കുലർ പോയിന്റിലും അതും ഒരു സ്പെസിഫിക് ഡയറക്ഷനിലും. അതിന് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ് ഒരുപാട് യൂസ്ഫുൾ ആണ്. ഇതുപോലെ പല ആപ്ലിക്കേഷൻസിലും പല ഫീൽഡ്സിലും ഇതുപോലെ നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ അങ്ങനെ പല ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ചേഞ്ചസ് അല്ലെങ്കിൽ ബിഹേവിയർ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷൻ ആൻഡ് പോയിന്റിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്തിട്ട്. അതേപോലെ തന്നെ അത് റിലേറ്റഡ് ആയിട്ടാണ് ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോർമുല നമ്മൾ ഗ്രേഡിയൻറ്റും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള തിയറിയും വിത്ത് എക്സാമ്പിൾസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ് us start. ഫസ്റ്റ് ടോപ്പിക്കാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ് ഇൻ ദ പ്ലെയിൻ. അപ്പോൾ നമുക്ക് ഇവിടെ എക്സ് വൈ കോൺസെപ്റ്റ് കൺസിഡർ ചെയ്യാം. പ്ലെയിൻ ആണ്, എക്സ് വൈ പ്ലെയിനിൽ ഒരു റീജിയൻ കൺസിഡർ ചെയ്യാം. എക്സ് വൈ പ്ലെയിനിൽ ആർ എന്ന് പറയുന്ന ഒരു റീജിയൻ കൺസിഡർ ചെയ്യാം. ഓക്കെ, വിത്തിൻ ദാറ്റ് റീജിയൻ ആണ് നമ്മളൊരു പോയിന്റ് എടുക്കാൻ പോകുന്നത് പി നോട്ട്, അതായത് എക്സ് നോട്ട് വൈ നോട്ട് ആണ് ആ പെർട്ടിക്കുലർ കോർഡിനേറ്റ് പോയിന്റ്. ദിസ് ഇസ് എ പോയിന്റ് ഇൻ ആർ. ഓൾസോ നമ്മളൊരു യൂണിറ്റ് വെക്ടർ ഈ എക്സ് വൈ പ്ലെയിനിൽ കൺസിഡർ ചെയ്യാൻ പോകുന്നത് u is equal to u1i plus u2j. അപ്പോൾ യൂണിറ്റ് വെക്റ്റർ നമുക്ക് ഇതുപോലെ അറിയാം, മാഗ്നിറ്റ്യൂഡ് 1 ആണ് അല്ലെ, അതുകൊണ്ടാണ് അതിനെ യൂണിറ്റ് വെക്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ സപ്പോസ് വേറെ ഏതൊരു വെക്റ്റർ തന്നാലും ലെറ്റ് ഇറ്റ് ബി v, അങ്ങനെയാണെങ്കിൽ ആ വെക്റ്ററിനെ നമുക്ക് യൂണിറ്റ് വെക്റ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഈ പെർട്ടിക്കുലർ വെക്റ്റർ ഡിവൈഡഡ് ബൈ അതിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വെക്റ്ററിനെ യൂണിറ്റ് വെക്റ്റർ ആക്കിയിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. Clear ആയാലോ? Suppose a vector v is given, we can change it to a unit vector by dividing this vector by its length or magnitude. Clear ആയാലോ? അപ്പോൾ അത് നമുക്ക് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ക്ലിയർ പിക്ചർ കിട്ടും. So first of all, consider a region R in the xy plane. Okay, അതിലുള്ള ഒരു പോയിന്റ് ആണ് p naught, that is x naught y naught. ഇനി ഓൾസോ കൺസിഡർ യൂണിറ്റ് വെക്റ്റർ. അപ്പോൾ നമുക്കറിയാം ഈ ഐ ജെ കെ കോൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി വെക്ടേഴ്സിൻ്റെ കേസിൽ പഠിച്ചിട്ടുള്ളതാണ് നിങ്ങൾ എല്ലാവരും അല്ലേ. അപ്പോൾ ഐ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ടു എക്സും ജെ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ടു വൈയും അല്ലേ. സോ u1i, അപ്പോൾ ഐക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റ് ആണ് u1 ആൻഡ് ജെയിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റ് u2. അപ്പോൾ യൂണിറ്റ് വെക്ടറിനെ എക്സ് വൈ പ്ലെയിനിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് u1i പ്ലസ് u2j. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ ബേസിക് ഡെഫിനിഷൻ പറയാൻ പോവാണ്. ഡയറക്ഷണൽ ഡെറിവേറ്റീവ്, അതായത് ദ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ എഫ് അറ്റ് ദിസ് പെർട്ടിക്കുലർ പോയിന്റ്. അപ്പോൾ നമ്മൾ അറിയാം ഈ പി നോട്ട് എന്ന് പറയുന്നത് ആർ എന്ന് പറയുന്ന റീജിയനിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അപ്പോൾ പി നോട്ട് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ ഫംഗ്ഷൻ്റെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പോവാണ്. അത് മാത്രമല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്ന യൂണിറ്റ് വെക്ടറിൻ്റെ ഡയറക്ഷനിലാണ് നമ്മൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതാണ് ഇമ്പോർട്ടൻറ്റ്. ആ ടേമിൽ തന്നെയുണ്ട് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണാണ് ഇൻ എ സ്പെസിഫിക് ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന യൂണിറ്റ് വെക്ടർ u1i പ്ലസ് u2j, അതിൻ്റെ ഡയറക്ഷനിൽ നമ്മൾ ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പോകണം. അതാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. അറ്റ് ദ പോയിന്റ് പി നോട്ട്, നമുക്കൊരു സ്പെസിഫിക് പോയിന്റ് തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ പോയിന്റിൽ നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റും ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ. ഇവിടെ ഇൻ ദ ഡയറക്ഷൻ ഓഫ് u ആണ് കാണുന്നത്. അപ്പോൾ ഡി യു എഫ് അറ്റ് ദ പോയിന്റ് പി നോട്ട് ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഏറ്റവും ബേസിക് ഡെഫിനിഷൻ ആണിത്. ഇതാണ് ഏറ്റവും ബേസിക് ഡെഫിനിഷൻ. ഈ ബേസിക് ഡെഫിനിഷൻ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു പ്രോബ്ലം ചെയ്യാമെന്നും പറഞ്ഞുതരാം. പ്ലസ് നമ്മൾ ഗ്രേഡിയൻറ്റ് ഇതുപോലെ ഡിസ്കസ് ചെയ്തിട്ട് അതിന് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഫോർമുല ഉണ്ട് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കാണാൻ. അതാണ് മോസ്റ്റ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത്. അതും നമുക്ക് ഡിസ്കസ് ചെയ്യാം. duf at the point p naught is given by df by ds. ഓക്കെ, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഇതാണ് നൊട്ടേഷൻ യൂസ് ചെയ്യുന്നത് ബേസിക്കലി. ഇപ്പോൾ ഡി എഫ് ബൈ ഡി എസ് അറ്റ് ദ പോയിന്റ്, അതായത് വിത്ത് റെസ്പെക്ട് ടു യു കോമ പി നോട്ട്, അതായത് യുവിൻ്റെ ഡയറക്ഷനിലാണ് നമ്മൾ കൺസിഡർ ചെയ്യണത്. അത് മാത്രമല്ല അറ്റ് ദ പോയിന്റ് പി നോട്ട് ആണ് കൺസിഡർ ചെയ്യണത്. അതാണ് അറ്റ് യു കോമ പി നോട്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് ഇസ് ഗിവൺ ബൈ limit s tends to 0
limit s tends to 0, f of x naught plus su1 comma y naught plus su2 minus f of x naught y naught divided by s. ഇവിടെ ഈ എക്സ് നോട്ട് പ്ലസ് എസ് യു വണ്ണും വൈ നോട്ട് പ്ലസ് എസ് യു ടും എന്താന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എക്സ് നോട്ട് വൈ നോട്ട് നമുക്കറിയാം, പി നോട്ട് എന്ന് പറയുന്ന പോയിന്റ്, ഈ പോയിന്റിലാണ് നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി വിത്ത് റെസ്പെക്ട് ടു ദീസ് 2 പോയിന്റ്സ്, ഈ കോർഡിനേറ്റ്സിന് അനുസരിച്ചാണ് നമ്മൾ വേറെ 2 പോയിന്റ്സ് പറഞ്ഞിട്ടുള്ളത്. എക്സ് നോട്ട് പ്ലസ് എസ് യു വണ്ണും വൈ നോട്ട് പ്ലസ് എസ് യു ടു. ഓക്കെ, അതെന്താന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ഇത്രയും ബേസിക് ഡെഫിനിഷൻ മനസ്സിലായല്ലോ. എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എസ് യു വൺ കോമ വൈ നോട്ട് പ്ലസ് എസ് യു ടു മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഡിവൈഡഡ് ബൈ എസ്. ലിമിറ്റ് എസ് ടെൻസ് ടു 0 ആണ്. അപ്പോൾ എന്തായിരിക്കണം? ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എസ് ആണ്, പ്രൊവൈഡഡ് ദ ലിമിറ്റ് എക്സിസ്. ക്ലിയർ ആയല്ലോ? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ മാത്രമേ ഈ ഡെഫിനിഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ട്, അതായത് ഈ എക്സ് നോട്ട് പ്ലസ് എസ് യു വൺ വൈ നോട്ട് പ്ലസ് എസ് യു ടു എങ്ങനെയാണ് കിട്ടിയത് പറഞ്ഞുതരാം. ലെറ്റ് എൽ ബി എ ലൈൻ പാസിംഗ് ത്രൂ പി നോട്ട്. ഇപ്പോൾ നമ്മൾ എക്സ് നോട്ട് വൈ നോട്ട്, അതായത് നെക്സ്റ്റ് സ്ലൈഡിൽ ഡയഗ്രാം ഉണ്ട്, അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന പോയിന്റ്, ആ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈനാണ് എൽ. ഓക്കെ, അത് കൺസിഡർ ചെയ്യാം. ഓൾസോ നമ്മൾ ഈ കൺസിഡർ ചെയ്യുന്ന എൽ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് പാരലൽ ടു യു. നമ്മൾ യു വിത്ത് ആ ഡയറക്ഷനിലാണല്ലോ നമ്മൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ യുവിന് പാരലൽ ആയിട്ടാണ് നമ്മൾ ഈ ലൈൻ എൽ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഈ എല്ലിനെ പാരാമെട്രിക് ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ പാരാമീറ്ററൈസേഷൻ ഓഫ് എൽ. നമ്മൾ ഓൾറെഡി പാരാമെട്രിക് ഫോം ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ദ പാരാമീറ്ററൈസേഷൻ ഓഫ് എൽ ഇസ് ഗിവൺ ബൈ എൽ സച്ച് ദാറ്റ്, ലൈൻ എൽ സച്ച് ദാറ്റ് എക്സ് നോട്ട് പ്ലസ് എസ് യു വൺ, അതായത് ഞാൻ പറഞ്ഞു എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ എൽ. ഈ ഡയഗ്രാം ഒന്ന് കൺസിഡർ ചെയ്യാം. ഡയഗ്രത്തിൽ നമ്മൾ പറഞ്ഞ ആ റീജിയൻ ആർ ഉണ്ട്. ഓക്കെ, അത് എക്സ് വൈ പ്ലെയിനിലാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ആ ആർ എന്ന് പറയുന്ന റീജിയനിലാണ് പി നോട്ട് എന്ന് പറയുന്ന പോയിന്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇനി ഈ പി നോട്ടിലൂടെയാണ് ലൈൻ എൽ പാസ് ചെയ്യുന്നത്. ഈ ലൈൻ വരച്ചിട്ടില്ലേ? ഓക്കെ, ഈ ലൈൻ എൽ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് പാസിംഗ് ത്രൂ പി നോട്ട്. ഇത്രയും ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇതാണ് എൽ ലൈൻ. അപ്പോൾ അതിന്, അതായത് ഒരു യൂണിറ്റ് വെക്ടർ യു, ഈ ഒരു റീജിയനിൽ നമ്മൾ എക്സ് വൈ പ്ലെയിനിൽ യൂണിറ്റ് വെക്ടർ യു ഇസ് ഈക്വൽ ടു യു വൺ ഐ പ്ലസ് യു ടു ജെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇതിന് പാരലൽ ആയിട്ടാണ് ഈ ലൈൻ വരച്ചിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? ഇതിന് പാരലൽ ആയിട്ട്. ഇനി ഡയറക്ഷൻ ഓഫ് ഇൻക്രീസിങ് എസ്, അതാണ് ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഡയറക്ഷൻ ഓഫ് ഇൻക്രീസിങ് എസ്. അപ്പോൾ കോൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ? ആർ എന്ന് പറയുന്ന റീജിയൻ, പി നോട്ട് എന്ന് പറയുന്ന പോയിന്റ്, യു എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടർ, അതിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ എൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലൈനിന്റെ പാരാമീറ്ററൈസേഷൻ ആണ് എക്സ് നോട്ട് പ്ലസ് എസ് യു വൺ. കാരണം നമ്മൾ യു എന്ന് പറയുന്ന വെക്ടറിന് പാരലൽ ആയിട്ടാണ് എൽ എടുക്കുന്നത്, അല്ലേ? അതുകൊണ്ടാണ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന പോയിന്റിലൂടെയാണ് ഈ എൽ പാസ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? പിന്നെ യു എന്ന് പറയുന്ന വെക്ടറിന് പാരലൽ ആയിട്ടാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് അതിന്റെ പാരാമെട്രിക് ഫോം. അതിന്റെ കോർഡിനേറ്റ്സ് ഇതേപോലെ എക്സ് നോട്ട് പ്ലസ് എസ് യു വണ്ണും വൈ നോട്ട് പ്ലസ് എസ് യു ടും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ നമ്മൾ നോർമലി ഇതേപോലെ എ പ്ലസ് എക്സ് ടി, ഓക്കെ, ഈ ഒരു ഫോം ഒക്കെ എടുക്കാറില്ലേ? ടി എന്ന് പറയുന്ന വേരിയബിൾ, ഇവിടെ ഇപ്പോൾ ടി അല്ല എസ് ആണ് നമ്മൾ വേരിയബിൾ കൺസിഡർ ചെയ്യുന്നത്, അത്രയേ ഉള്ളൂ. അതാണ് പാരാമെട്രിക് ഫോം തന്നെയാണിത്. ഓക്കെ, ഇനി എസ് എന്ന് പറയുന്നത് എന്താ ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് ദ ആർക്ക് ലെങ്ത് ഫ്രം പി നോട്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു. മനസ്സിലായല്ലോ? അപ്പൊ ഡയറക്ഷൻ ഓഫ് ഇൻക്രീസിങ് എസ് ഇവിടെ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. എസ് എന്ന് പറയുന്നത് പി നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ നിന്നുള്ള ആർക്ക് ലെങ്ത് ആണ്. ഓക്കെ, ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു. ഓക്കെ, അപ്പൊ ഇൻ ദ ഡയറക്ഷൻ ഓഫ് യുവിൽ തന്നെ നമ്മൾ ആർക്ക് ലെങ്ത് ആണ് എസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പി നോട്ട് എന്ന് പറയുന്ന പോയിന്റിലാണ് നമ്മൾ ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാണുന്നത്, അല്ലെ? അപ്പോൾ ഫ്രം ദാറ്റ് പോയിന്റ് കൺസിഡർ ചെയ്യേണ്ട ആർക്ക് ലെങ്ത്, അതാണ് എസ്. അതും ഡയറക്ഷൻ എങ്ങനെയാണ്? യുവിന്റെ ഡയറക്ഷനിലാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ? Then we can find the rate of change of f at p naught in the direction of u by calculating df by ds at p naught. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും.
in the direction of u. അതായത് df by ds in the direction of u നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും, അതും at the point p0. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ഇതേ സെയിം ബേസിക് ഡെഫിനിഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഞാനിവിടെ പ്രോബ്ലംസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. എഗെയിൻ കണ്ടിന്യൂഷൻ ആയിട്ട് ഇനിയും ചില എക്സാമ്പിൾസ് വരുമ്പോൾ ചിലപ്പോൾ ഇതിന്റെ കണ്ടിന്യൂറ്റി ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എല്ലാം ജസ്റ്റ് പ്രോബ്ലംസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ അറ്റ് പി നോട്ട് 1, 2 in the direction of unit vector u is equal to 1 by root 2 I plus 1 by root 2 j. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. at the point p0 പറഞ്ഞിട്ടുണ്ട് in the direction of unit vector. So it is clear നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. അപ്പോൾ എടുത്ത് പറഞ്ഞിട്ടുമില്ല ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ്. അപ്പം അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഇതിൽ നിന്ന് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി വായിച്ച് മനസ്സിലാക്കുക. So df by ds with respect to u at the point p0 ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏറ്റവും ബേസിക് ഡെഫിനിഷൻ ഇത് ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. ലിമിറ്റ് s tends to 0 f of x0 plus su1 y0 plus su2 minus f of x0 y0 divided by s. ഓക്കെ, അപ്പോൾ ബേസിക് ഡെഫിനിഷൻ പ്രകാരം എങ്ങനെയാണ് നമുക്ക് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, അതിൻ്റെ ജസ്റ്റ് എക്സാമ്പിൾ ആണ്. ഇനി x0 plus su1, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് ഏതൊക്കെയെന്ന് നോക്കാം. p0 എന്ന് പറയുന്നത് x0 y0 ആണ് എടുത്തിരിക്കുന്നത് അല്ലേ. then u1i plus u2j അതാണ് യൂണിറ്റ് വെക്റ്റർ. സോ നമുക്ക് x0 equal to 1 y0 equal to 2 ശരിയല്ലേ. അതുപോലെ u1 equal to 1 by root 2, അത് സിമിലർലി u2 is equal to 1 by root 2. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x0 f of അങ്ങനെ തന്നെ എഴുതണം. നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. f of x0 1 plus s into u1 s into 1 by root 2 plus കോമയാണ് y0 plus su2 അതായത് 2 plus s into 1 by root 2 minus f of x0 y0 അതായത് 1, 2 divided by s. ഇനി ആക്ച്വൽ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. അതായത് ഫംഗ്ഷൻ എന്താണോ തന്നിരിക്കുന്നത് അതിൽ കറക്റ്റ് കോർഡിനേറ്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് കോർഡിനേറ്റ്സ് എന്താണെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളൂ സെക്കൻഡ് സ്റ്റെപ്പിൽ. ഓക്കെ, ജസ്റ്റ് ആ ഫോർമുലയിൽ ഏതൊക്കെയാണ് കോർഡിനേറ്റ്സ് ജസ്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ എഫ് ഓഫ് 2 പോയിന്റ്സ് കിട്ടി. ഇനി എഫ് ഓഫ് എക്സ് കോമ വൈ എന്താ? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ. സോ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈയിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് എക്സ് ഇത് വൈ ആണ് കൺസിഡർ ചെയ്യാം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ എന്ന് പറയുമ്പോൾ ഇത് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു വൈ. ക്ലിയർ ആയോ? അതായത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു വൈ. കൺഫ്യൂസ്ഡ് ആവണ്ട. നമുക്ക് എഫ് ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ട് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ അല്ലേ, എക്സ് ഇൻറ്റു വൈ. അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു ഫസ്റ്റ് ടേമിൽ എക്സ് 1 പ്ലസ് എസ് ബൈ റൂട്ട് ആണ്. സോ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 1 പ്ലസ് എസ് ബൈ റൂട്ട് ഹോൾ സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് വൺ എക്സ് ഇൻറ്റു വൈ ആണ്. ഇത് എക്സ് ആണ്, ഇത് വൈ ആണ്. അപ്പോൾ ഈ 2 പോയിന്റ്സ് കോർഡിനേറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്യാം. അതാണ് എക്സ് ഇൻറ്റു വൈ. ഇനി മൈനസ് ഈ ഒരു മൈനസ് നെക്സ്റ്റ് വൺ എഫ് ഓഫ് 1, 2. അപ്പോൾ ഇവിടെ കോർഡിനേറ്റ്സ് എക്സ് കോമ വൈ എന്ന് പറയുന്നത് 1, 2 ആണ്. മനസ്സിലായോ? അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈയിൽ എക്സ് 1 ആണ്. അപ്പോൾ 1 സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു വൈ 1 ഇൻറ്റു 2 അതാണ് 1 സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു 2. ക്ലിയർ ആയല്ലോ? ഞാൻ പറഞ്ഞില്ലേ ജസ്റ്റ് നമ്മൾ കോർഡിനേറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഫംഗ്ഷൻ്റെ എക്സ്പ്രഷൻ എന്താണോ അതിൽ കറസ്പോണ്ടിങ് കോർഡിനേറ്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? ബൈ എസ് അങ്ങനെ തന്നെ ഇപ്പോൾ മെൻഷൻ ചെയ്യാം. നമുക്ക് ലാസ്റ്റ് എല്ലാം സിംപ്ലിഫിക്കേഷനും ആയിട്ട് എസിൻ്റെ ലിമിറ്റ് കൊടുക്കാം. സോ ഇവിടെ 1 പ്ലസ് എസ് ബൈ റൂട്ട് ഹോൾ സ്ക്വയർ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ചെയ്യുന്ന പോലെ തന്നെ 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 1 ഇൻറ്റു എസ് ബൈ റൂട്ട് 2 പ്ലസ് എസ് ബൈ റൂട്ട് 2 ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ 1 പ്ലസ് 2 എസ് ബൈ റൂട്ട് 2 പ്ലസ് എസ് ബൈ റൂട്ട് 2 ഹോൾ സ്ക്വയർ എന്താ? എസ് സ്ക്വയർ ബൈ 2.
അപ്പോൾ അങ്ങനെയാണ് ഫസ്റ്റ് ടേം കിട്ടുക. നെക്സ്റ്റ് എന്തായിരിക്കും? ഇത് ജസ്റ്റ് ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ആദ്യം 1 ഇൻറ്റു 2 പ്ലസ് എസ് ബൈ റൂട്ട് ടു, അതെന്ത് വരും? 2 പ്ലസ് എസ് ബൈ റൂട്ട് ടു തന്നെ വരും. പ്ലസ് നെക്സ്റ്റ് ടേംസ് എന്താ വരിക? എസ് ബൈ റൂട്ട് ടു ഇൻറ്റു 2 പ്ലസ് എസ് ബൈ റൂട്ട് ടു. അപ്പോൾ എസ് ബൈ റൂട്ട് ടു ഇൻറ്റു 2 എന്താ? 2s ബൈ റൂട്ട് ടു. പ്ലസ് ലാസ്റ്റ് ടേം എസ് ബൈ റൂട്ട് ടു ഇൻറ്റു എസ് ബൈ റൂട്ട് ടു, അതായത് എസ് സ്ക്വയർ ബൈ റൂട്ട് ടു ഹോൾ സ്ക്വയർ 2 ആണ്. ക്ലിയർ ആയോ? ഇത്രയും ടേംസ് വരും. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് ടേംസ് ഗ്രൂപ്പ് ചെയ്താൽ എന്താവും? സെയിം ഡിനോമിനേറ്റർ. ഓക്കെ, ഇപ്പോൾ എസ് പ്ലസ് 2s എന്ത് വരും? 3s വരും. അപ്പോൾ 2 പ്ലസ് 3s ബൈ റൂട്ട് ടു പ്ലസ് എസ് സ്ക്വയർ ബൈ 2. ക്ലിയർ ആയല്ലോ? ജസ്റ്റ് ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് ഗ്രൂപ്പ് ചെയ്തു, സിംപ്ലിഫൈഡ് ഫോമിൽ ചെയ്തു. അപ്പോൾ അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ലാസ്റ്റ് ടേം നമുക്ക് 3 ആണ്. ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ കൊടുത്ത് അത് 3 ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, 1 പ്ലസ് 2 3 വരും. സോ ലിമിറ്റ് എസ് ടെൻസ് 0 1 പ്ലസ് 2s ബൈ റൂട്ട് 2 പ്ലസ് എസ് സ്ക്വയർ ബൈ 2 പ്ലസ് ഇവിടെ പ്ലസ് ആണ്, കോമയല്ല, അത് ശ്രദ്ധിക്കണം. ഓക്കെ, then 2 plus 3s by root 2 plus s square by 2 minus 3 by s. ഇനി ഇതേപോലെ ജസ്റ്റ് ഇവിടെ പ്ലസ് അല്ല, ഓൾറെഡി പ്ലസ് ആണ്. അപ്പോൾ ബ്രാക്കറ്റ്സ് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. നെഗറ്റീവ് ടേം ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്താൽ 1 പ്ലസ് 2 എന്താ വരിക? 3. 3യും മൈനസ് 3യും ക്യാൻസൽ ആവും. ക്ലിയർ ആയല്ലോ? സോ അത് പോയി. നെക്സ്റ്റ് വൺ 2s by root 2 plus 3s by root 2, അത് 5s by root 2 വരും. ഇനി s square by 2 plus s square by 2 എന്താ വരിക? 2s square by 2 വരും അല്ലേ? അപ്പോൾ 2ഉം 2ഉം ക്യാൻസൽ ചെയ്താൽ s square വരും. ക്ലിയർ ആയല്ലോ? 3യും മൈനസ് 3യും പോയത് ഞാൻ പറഞ്ഞില്ലേ. ഇനി ഹോൾ ഡിവൈഡ് ബൈ s. എഗെയിൻ നമുക്ക് ഇവിടെ ഒരു s കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. സോ s ഔട്ട്സൈഡ് എടുത്താൽ 5 by root 2 plus s ഡിവൈഡഡ് ബൈ s. ആ എസ് ക്യാൻസൽ ചെയ്താൽ 5 ബൈ റൂട്ട് 2 പ്ലസ് എസ് മാത്രം വരും. ഇനി നമുക്ക് ധൈര്യമായിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. എസിന് 0 കൊടുക്കാം. സോ 5 ബൈ റൂട്ട് 2 ആണ് ആൻസർ. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എഫ് ഓഫ് എക്സ് വൈ, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ at the point 1, 2 in the direction of u, തന്നിരിക്കുന്ന u is 5 by root 2. ഓക്കെ, അപ്പോൾ ബേസിക് ഡെഫിനിഷൻ പ്രകാരം ഒരു എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നെക്സ്റ്റ് ടോപ്പിക് ആണ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഇന്റർപ്രിട്ടേഷൻ ഡയഗ്രാം ശ്രദ്ധിക്കാം. എല്ലാ ടേംസും കൂടി കണ്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. ഏറ്റവും ബേസിക് ആയിട്ടുള്ള എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. The equation z equal to f of xy represents a surface. നമ്മൾ ഓൾറെഡി ലെവൽ കർവ്സ് ഒക്കെ അത് പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് അല്ലെ? സർഫസ് ഗ്രാഫ് അതെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ തന്നെ നമ്മൾ ഈ z equal to f of xy represents a surface നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് അല്ലെ? അപ്പോൾ the equation z equal to f of xy എന്ന് പറയുന്നത് എന്തായിരിക്കും? എന്തായാലും സ്പേസിൽ, അതായത് xyz 3-dimensional വ്യൂ, 3-dimensional കോൺസെപ്റ്റ്, അതിൽ വേണം നിങ്ങളിത് കൺസിഡർ ചെയ്യാൻ ഈ ഡയഗ്രാം. ഓക്കെ, അപ്പോൾ ഈ സ്പേസിൽ എസ് എന്ന് പറയുന്ന സർഫസിനെ ആയിരിക്കും ഈ z equal to f of xy റെപ്രസെന്റ് ചെയ്യാം അല്ലേ? അതാണ് സർഫസ് എസ് വിച്ച് ഈസ് റെപ്രസെന്റഡ് ബൈ z equal to f of xy. ഓക്കെ, ഈ തന്നിരിക്കുന്നത് ക്ലിയർ ആയല്ലോ? സർഫസ് എസ്. ഓക്കെ, ഇപ്പം ഞാൻ അതിൻ്റെ മുകളിൽ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ കൂടി കൺഫ്യൂസ്ഡ് ആവും. ഇങ്ങനെ ബൗണ്ടറി പോലെ തന്നിട്ടല്ലേ? ഓക്കെ, കംപ്ലീറ്റ്. അപ്പോൾ അതാണ് z equal to f of xy. ക്ലിയർ ആയല്ലോ? അപ്പോൾ അതാണ് നമ്മുടെ XYZ അല്ലെങ്കിൽ സ്പേസിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സർഫസ് ആണ് എസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ z0 equal to f of x0 y0. if z0 equal to f of x0 y0, നമ്മളിപ്പോൾ p എന്ന് പറയുന്ന പോയിന്റ് നേരത്തെ കൺസിഡർ ചെയ്തില്ലേ? p0 at x0 y0. സെയിം കോൺസെപ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഡെഫിനിഷൻ പറഞ്ഞു, അതെങ്ങനെയാണ് നമ്മൾ ഇതുപോലെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതെന്നാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി p0, അതായത് x0 y0, നമ്മളിപ്പോൾ ഇവിടെ കണ്ടോ xy പ്ലെയിനിൽ, ഇതാണ് xy പ്ലെയിൻ, അതിൽ കൺസിഡർ ചെയ്യുന്ന റീജിയനിൽ ഒരു പോയിന്റ് ഇൻക്ലൂഡഡ് നമ്മൾ പറഞ്ഞു p0 ആണെന്ന്. അപ്പോൾ അത് കൺസിഡർ ചെയ്തു. പിന്നെ ഒരു വെക്ടർ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തു, അതേ ഡയറക്ഷൻ എടുത്തു. u is equal to u1i plus u2j. ഓക്കെ, പിന്നെ ഒരു ലൈൻ പാസിംഗ് ത്രൂ, അതായത് ഈ വെക്ടറിന് പാരലൽ ആയിട്ടുള്ളൊരു ലൈൻ. അപ്പോൾ അതിൻ്റെ പാരാമീറ്ററൈസേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോയിന്റ്സ് x0 പ്ലസ് SU1ഉം y0 പ്ലസ് SU2. അപ്പോൾ ആ ഒരു പോയിന്റ് ആണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്.
നെക്സ്റ്റ് അപ്പോൾ ഇത്രയും കോൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ. ഇനി ഈ പി ഓഫ് ഈ ഒരു പോയിന്റ്, ഓക്കെ, അതെങ്ങനെയാ പറഞ്ഞുതരാം. സോ z equal to f of xy നമുക്കറിയാം സർഫസ് എസ് നെ റെപ്രസെന്റ് ചെയ്യുന്ന സ്പേസിൽ. ഇനി സപ്പോസ് z നോട്ട് equal to f of x നോട്ട് y നോട്ട് ആണ് വിചാരിക്കാം. ഓക്കെ, അതായത് പി നോട്ട് ആണ് ഈ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ ആ പെർട്ടിക്കുലർ പോയിന്റിലുള്ള ഫംഗ്ഷൻ എഫ്, അതാണ് എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ സെഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും സെഡ് നോട്ട് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് പോയിന്റ് പി ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് എവിടെയായിരിക്കും? എസിലായിരിക്കും ഉണ്ടാവുക അല്ലേ? സോ ഈ കറസ്പോണ്ടിങ് പി എന്ന് പറയുന്ന പോയിന്റ് ആണ് ഇത്, മനസ്സിലായല്ലോ. അപ്പോൾ സെഡ് നോട്ട് ഇക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്നത് ആ പോയിന്റ്, അതിന് കറസ്പോണ്ടിങ് പോയിന്റ് പി ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് എവിടെയായിരിക്കും? തീർച്ചയായിട്ടും ഈ സർഫസ് എസിലായിരിക്കും. ഓക്കെ, the vertical plane that passes through P and P naught parallel to U intersects S in a curve C. ഇത് ഞാൻ പറഞ്ഞു 3-dimensional വ്യൂവിൽ ആലോചിക്കുക. ഓക്കെ, ഇവിടെ പ്ലെയിൻ എല്ലാം ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. സി, ഇതാണ് പ്ലെയിൻ ആയിട്ട് വരച്ചിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. സോറി, ഇത് വരയ്ക്കുമ്പോൾ ഓക്കെ. അപ്പോൾ ഇത് പ്ലെയിൻ ആക്ച്വലി അതിലൂടെ പാസ് ചെയ്യുന്ന പ്ലെയിൻ കാണിച്ചിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ദ വെർട്ടിക്കൽ പ്ലെയിൻ ദാറ്റ് പാസസ് ത്രൂ പി, അപ്പോൾ ഈ പ്ലെയിൻ പാസ് ചെയ്യുന്നത് പി ആൻഡ് പി നോട്ടിലൂടെയും പാസ് ചെയ്യുന്നുണ്ട്, മനസ്സിലായോ? അപ്പോൾ പി എന്ന് പറയുന്ന പോയിന്റ് ഇതും പിന്നെ പി നോട്ടും, ഈ രണ്ട് പോയിന്റ്സിലൂടെയുമാണ് ഈ പ്ലെയിൻ പാസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു 3-dimensional വ്യൂവിൽ ആലോചിക്കാം. ദെൻ ദിസ് പ്ലെയിൻ ഇസ് പാരലൽ ടു യു. ഓക്കെ, ഇപ്പോൾ യു എന്ന് പറയുന്ന യു വെക്റ്റർ യു അതിൻ്റെ ഡയറക്ഷൻ ആണത്, അതിന് പാരലൽ ആയിട്ടാണ് ഈ പ്ലെയിൻ ഉള്ളത്. ക്ലിയർ ആയല്ലോ. ദിസ് പ്ലെയിൻ ഇന്റർസെക്ട്സ് എസ് ഇൻ എ കർവ് സി. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ ഒരു കർവ് വരച്ചിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ, ഇതാണ് കർവ്. അപ്പോൾ ഈ ഒരു സർഫസ് എസിനെ ഈ ഒരു പ്ലെയിൻ ഇതുപോലെ, പ്ലെയിൻ എന്ന് പറയുന്നത് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഈ സർഫസ് എസിനെ പ്ലെയിന് ഇന്റർസെക്ട് ചെയ്യുന്നത് ഈ ഒരു കർവ് സിയിലാണ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ പ്ലെയിൻ എന്ന് പറയുന്നത് ഈ പാസസ് ത്രൂ പി ആൻഡ് പി നോട്ട്, ഓൾസോ ഇറ്റ് ഇസ് പാരലൽ ടു യു. ഓക്കെ, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എഫ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു. അപ്പോൾ ഇന്റർപ്രിറ്റേഷൻ, നമ്മളിപ്പോൾ ഈ ഡയറക്ഷൻ ഡെറിവേറ്റീവ് ശരിക്കും അപ്പോൾ എന്താണ് ഇംപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഇന്റർപ്രിറ്റേഷൻ, അതെന്താ നമുക്ക് തരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇറ്റ് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ടു സി അറ്റ് പി. അപ്പോൾ ആക്ച്വലി ആ നമ്മളിപ്പോൾ ആ ഫംഗ്ഷന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു കണ്ടുപിടിക്കുകയാണെങ്കിൽ ശരിക്കും അത് തരുന്നത് എന്താ? ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പ്ലെയിൻ എസിനെ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു കർവ് പറഞ്ഞല്ലോ, ആ നമ്മൾ ഏതാണ് പോയിന്റ് കൺസിഡർ ചെയ്യുന്നത്? പി, അതായത് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് അല്ലേ? ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ടാൻജന്റ്, ഇപ്പോൾ ഈ കർവിലാണ് ഈ പോയിന്റ് ഉള്ളത്, ആ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ടാൻജന്റിന്റെ സ്ലോപ്പിനെയാണ് ഇനി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എഫ് തരാം. അപ്പോൾ ഇതാണ് ആക്ച്വലി ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ ഇന്റർപ്രിറ്റേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫൈനലി നമുക്ക് ആക്ച്വലി ആ കർവിലൂടെ ആ പെർട്ടിക്കുലർ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ടാൻജന്റിന്റെ സ്ലോപ്പാണ് ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എഫ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ. ജസ്റ്റ് ആ ലാസ്റ്റ് ആ പ്ലെയിനിന്റെ കോൺസെപ്റ്റ് ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഒരുപാട് ഡീപ്പായി ആലോചിച്ച് കൺഫ്യൂസ്ഡ് ആവരുത് പ്ലീസ്. 3-dimensional വ്യൂവിൽ ഒന്ന് ആലോചിക്കുക. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഡയറക്ഷണൽ ഡെറിവേറ്റീവയുടെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ഇവിടെ ആദ്യം തന്നെ സർഫസ് എസ് റെപ്രസെൻറ്റഡ് ബൈ z equal to f of xy ആണ്. പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് പി നോട്ട്, അത് എക്സ് വൈ പ്ലെയിനിലെ റീജിയനിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ദെൻ z equal to f of xy ആണെങ്കിൽ z not equal to f of x not y not. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തായാലും പി ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഉണ്ടാവും അല്ലേ? ആ പോയിന്റ് എന്തായാലും സർഫസ് എസിലായിരിക്കും. ആ പോയിന്റ് ആണ് ഇത് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഒരു പ്ലെയിൻ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഒരു വെക്ടർ യു എടുത്തിട്ടുണ്ട്, അത് ഈ ഡയറക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. ഈ യൂണിറ്റ് വെക്ടറിന് പാരലൽ ആയിട്ടാണ് ഈ പ്ലെയിൻ ഉള്ളത്. ആ പ്ലെയിൻ ഈ സർഫസിനെ ഇന്റർസെക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു കർവിലാണ് സി. ഓക്കെ, ഇനി ആക്ച്വലി ഇത് നോക്കിയാൽ തന്നെ അറിയാം, സിയിലാണ് ഈ പോയിന്റ് പി ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഉള്ളത്. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ഫൈനലി നമ്മൾ പറയുന്നത് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എഫ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു എന്ന് പറയുന്നത് ഫൈനലി എന്തായിരിക്കും? ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ടു സി അറ്റ് പി. അത് ഈ ഡയഗ്രാം നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും.
ഓൾറെഡി നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് നമുക്ക് ഇപ്പോൾ dy ബൈ ഡി എക്സ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സിൽ dy ബൈ ഡി എക്സ് എടുക്കുമ്പോൾ നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് തരും എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ ഫസ്റ്റ് മോഡ്യൂൾ. സോ ഇവിടെ ഇതേപോലെ ഈ പോയിന്റിലൂടെ, അതായത് കർവ് എന്ന് പറയുന്നത് സി പാസസ് ത്രൂ ദിസ് പോയിന്റ്, ഓൾസോ ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ടാൻജന്റ്, ഇതാണ് ടാൻജന്റ് ലൈൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ബ്ലാക്ക് ലൈനിൽ. ആ ടാൻജന്റ് ലൈൻ അതിന്റെ സ്ലോപ്പ് ആയിരിക്കും ഇനി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എഫ് തരാം. അതും ഏത് ഡയറക്ഷനിലായിരിക്കും? യു എന്ന് പറയുന്ന വെക്ടറിന്റെ ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, ഇതാണ് ഇന്റർപ്രിറ്റേഷൻ ഓഫ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. നെക്സ്റ്റ് നമുക്ക് ഗ്രേഡിയന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നോക്കാം. അപ്പോൾ അതിന്റെ ബേസിക് ഡെഫിനിഷൻ മനസ്സിലാക്കുക. ദ ഗ്രേഡിയന്റ് വെക്ടർ, ഇതും ഒരു വെക്ടർ തന്നെയാണ്. ദ ഗ്രേഡിയന്റ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ അറ്റ് എ പോയിന്റ് പി നോട്ട്, ദാറ്റ് ഇസ് എക്സ് നോട്ട് വൈ നോട്ട്, ഇസ് ദ വെക്ടർ del f. അപ്പോൾ അതിന് നമ്മൾ ഒരു ഓപ്പറേറ്റർ del ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. del ഓഫ് എഫ് എന്നാണ് പറയുക. അതാണ് ഗ്രേഡിയന്റ് ഓഫ് എഫ്. ചിലപ്പോൾ ഷോർട്ട് ആയിട്ട് ഗ്രാഡ് എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോർമലി ഗ്രേഡിയന്റ് ഇപ്പോൾ ചില ടെക്സ്റ്റ് ബുക്സിൽ ഇതുപോലെ ഗ്രാഡ് എഫ് എന്നൊക്കെ ചിലതിൽ മെൻഷൻ ചെയ്യാറുണ്ട്. സോ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ, അതിൻ്റെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ടിൽ ഗ്രേഡിയന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് del f is equal to dou f by dou x into I plus dou f by dou y into j. അതായത് fx I plus fy j. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം fxും fyയും പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. fx എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് f with respect to x and fy is partial derivative of f with respect to y. അപ്പോൾ del f, അതായത് ഗ്രേഡിയന്റ് ഓഫ് എഫ്, ഗ്രേഡിയന്റ് വെക്ടർ ഓഫ് എഫ് ഇസ് ഗിവൺ ബൈ എഫ് എക്സ് ഐ പ്ലസ് എഫ് വൈ ജെ. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ഇനി ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള വേറൊരു ഫോർമുലയാണ് യൂസിങ് ദിസ് ഗ്രേഡിയന്റ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മോസ്റ്റ്ലി ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ് ഇതേ ഫോർമുല യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാറുണ്ട്. ഓൾസോ ഇതുപോലെ നമുക്ക് റേറ്റ്സ് ഓഫ് ചേഞ്ച് ഓഫ് എഫ്, അതിപ്പോൾ ഇൻ സർട്ടൺ ഡയറക്ഷൻ ഹൈ ആയിരിക്കും, ചിലതിൽ ലോ ആയിരിക്കും, ചിലതിൽ സീറോ ചേഞ്ച് ആയിരിക്കും. അപ്പം അത് ഇനി ഫർദർ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാം. അതും ഇതേപോലെ ഈ ഫോർമുല ബേസിൽ നമുക്ക് പറയാൻ പറ്റും. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഡിഫറൻഷ്യബിൾ ഇൻ ആൻ ഓപ്പൺ റീജിയൻ കണ്ടെയ്നിങ് പി നോട്ട്. ഓക്കെ, പി നോട്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും ആലോചിക്കുക എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ ഡിഫറൻഷ്യബിൾ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അറ്റ് ദ പോയിന്റ് പി നോട്ട്. ഇനി ഡി എഫ് ബൈ ഡി എസ്, ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചു, ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എസ്. ഇനി ഇൻ ദ ഡയറക്ഷൻ, അതായത് യു വിത്ത് ഡയറക്ഷൻ, ആ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലും പിന്നെ പി നോട്ട് എന്ന് പറയുന്ന പോയിന്റിലും, ഇറ്റ് ഈസ് ഗിവൺ ബൈ del f, അതായത് ഗ്രേഡിയന്റ് ഓഫ് എഫ് അറ്റ് ദ പോയിന്റ് പി നോട്ട് ഡോട്ട് യു. ഡോട്ട് പ്രോഡക്റ്റ് ആണ്, ശ്രദ്ധിക്കണം, ഇത് ഡോട്ട് പ്രോഡക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ഗ്രേഡിയന്റ് എഫും പിന്നെ യുവും at the point p naught, അതാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. സോ അതിൻ്റെ ഫോർമുലയാണ് DUF. ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇസ് ഗിവൺ ബൈ ഗ്രേഡിയന്റ് ഓഫ് എഫ് ഡോട്ട് യൂണിറ്റ് വെക്ടർ യു. ദാറ്റ് ഇസ്, ഇന്നിപ്പോൾ നമുക്കറിയാം ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താ, രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട്, ഇപ്പോൾ എ ഡോട്ട് ബി എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ ആണ് അല്ലേ. അത് നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് വെക്ടേഴ്സിൻ്റെ കേസിൽ അറിയാം. അപ്പോൾ ഇവിടെ അത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്താ കിട്ടുക, del f ഡോട്ട് യു ആണ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് del f ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് യു ഇൻറ്റു കോസ് തീറ്റ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് യു എന്ന് പറഞ്ഞാൽ യു ഓൾറെഡി യൂണിറ്റ് വെക്ടർ ആണ്, അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണെന്ന് അറിയാം. സോ del എഫിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു കോസ് തീറ്റ ആയിരിക്കും ഇത് വരെ. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് എന്ന് പറയുന്നത് ഗ്രേഡിയന്റ് എഫിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു കോസ് തീറ്റ. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് എന്താ, ആംഗിൾ ബിറ്റ്വീൻ ദ യൂണിറ്റ് വെക്ടർ യു ആൻഡ് del എഫ്. ഈ ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും പറഞ്ഞു ഓരോ ഫംഗ്ഷൻസിൻ്റെ. പക്ഷേ നമുക്കിപ്പോൾ സപ്പോസ് ആ ഫംഗ്ഷൻ്റെ ബിഹേവിയർ ഇതുപോലെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ബിഹേവിയർ ഇൻ ദ സെൻസ് ഇറ്റ് ഇൻക്രീസസ് അല്ലെങ്കിൽ ഇറ്റ് ഡിക്രീസസ് അല്ലെങ്കിൽ സീറോ ചേഞ്ച് ആണ്. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ഡയറക്ഷണൽ ഡെറിവേറ്റീവിൽ നമുക്ക് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ,
എഫ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി. അപ്പോൾ മോസ്റ്റ് റാപ്പിഡ്ലി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇൻക്രീസ് വരുന്നത് വെൻ കോസ് തീറ്റ ഈക്വൽ ടു 1. ഇപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു ഡി യു എഫ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽ എഫ് ഇൻറ്റു കോസ് തീറ്റ ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽ എഫ് ഇൻറ്റു കോസ് തീറ്റയിൽ തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ യു ആൻഡ് ഗ്രേഡിയന്റ് എഫ് ആണല്ലോ. അപ്പോൾ ഈ തീറ്റയുടെ വാല്യൂ, അതായത് കോസ് തീറ്റയുടെ വാല്യൂ 1 ആയി കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് വാല്യൂ മാക്സിമം ആയിരിക്കും. ദാറ്റ് മീൻസ് എഫ് ഇൻക്രീസസ്, ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്താ, റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. അപ്പോൾ എഫ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി വെൻ കോസ് തീറ്റ ഈക്വൽ ടു 1 അല്ലേ. അപ്പോൾ കോസ് തീറ്റ 1 ആകുന്നത് എപ്പോഴാണ്, തീറ്റ ഈക്വൽ ടു 0 ആകുമ്പോൾ. കാരണം കോസ് 0 ആണ് 1, ശരിയല്ലേ. അപ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എന്താ, തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ ഗ്രേഡിയന്റ് ഓഫ് എഫ് ആൻഡ് യു ആണ്. ദാറ്റ് മീൻസ് ബോത്ത് ആർ പാരലൽ, ശരിയല്ലേ. ഡെൽ എഫും ഗ്രേഡിയന്റ് എഫും യു എന്ന് പറയുന്നത് പാരലൽ ആണ്. ഓക്കെ, അപ്പോൾ ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു എന്നാണ് മീനിങ്. ക്ലിയർ ആയല്ലോ, ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു, അതായത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡെൽ എഫ്. ഓക്കെ, അപ്പോൾ ഇത് കൺക്ലൂഡ് ചെയ്ത് മനസ്സിലാക്കുക. അതായത് ഡെൽ എഫിന്റെ ഡയറക്ഷനിലായിരിക്കും എഫിന് മാക്സിമം ആ റേറ്റ് ഓഫ് ചേഞ്ച്, അതായത് ഇറ്റ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡെൽ എഫ്. ഓക്കെ, അപ്പോൾ ഡി യു എഫിന്റെ ഡെഫിനേഷൻ ആണ്, ഫോർമുലയാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽ എഫ് ഇൻറ്റു കോസ് തീറ്റ ആണ്. അതിൽ കോസ് 0 കൊടുക്കുക, അതായത് 1. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽ എഫ് കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ, യു എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് ഡെൽ എഫ് തന്നെയാണ്. ഓക്കെ, പാരലൽ കേസ് ആണ് വരിക. തീറ്റ 0 ആണ്, അപ്പോൾ കോസ് തീറ്റ 1. ഡി യു എഫിന്റെ വാല്യൂ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽ എഫ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെ ക്വസ്റ്റ്യൻസിൽ എടുത്ത് ചോദിക്കാറുണ്ട്, ഏത് ഡയറക്ഷനിലാണ് മാക്സിമം ഇൻക്രീസ് ചെയ്യുന്നത്, ഏത് ഡയറക്ഷനിലാണ് ഡിക്രീസ് ചെയ്യുന്നത്, ഏത് ഡയറക്ഷനിലാണ് 0 ചേഞ്ച് ഉള്ളത്, ഇങ്ങനെ എടുത്തെടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇനി ജസ്റ്റ് ഓപ്പോസിറ്റ് കേസ്, ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി, ഏറ്റവും കൂടുതൽ ഡിക്രീസ് വരുന്നത് ഏത് ഡയറക്ഷനിലായിരിക്കും, ഡെൽ എഫിന്റെ ഓപ്പോസിറ്റ്, അതായത് മൈനസ് ഡെൽ എഫ്. ക്ലിയർ ആയല്ലോ, മൈനസ് ഡെൽ എഫ്. അപ്പോൾ അത് അണ്ടർസ്റ്റുഡ് ആണ്. തീറ്റ ഇസ് ഈക്വൽ ടു 180. അപ്പോൾ നമ്മൾ പാരലൽ എന്ന് പറയുമ്പോൾ 0 ആൻറ്റി പാരലൽ 180 ചില കോൺസെപ്റ്റ്സിൽ പറയാറില്ലേ, അതേപോലെ തന്നെ 180 ഡിഗ്രി ആകുമ്പോൾ അപ്പോൾ കോസ് പൈ അല്ലേ, അതിൻ്റെ വാല്യൂ -1 ആണ്. നമുക്കറിയാം കോസ് പൈ -1 ആണ്. സോ ഡി യു എഫിൻ്റെ വാല്യൂ എന്താവും, മൈനസ് ഓഫ് ഡെൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽ എഫ് ആയിരിക്കും. ക്ലിയർ ആയല്ലോ. അപ്പോൾ അവിടെയാണ് എഫ് ഏറ്റവും കൂടുതൽ ഡിക്രീസ് ചെയ്യുന്നത്. ഓക്കെ, എഫ് ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് മൈനസ് ഡെൽ എഫ്. ഓക്കെ, ഇനി ഡെറിവേറ്റീവ് ഇൻ ദിസ് ഡയറക്ഷൻ, അതായത് ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ വാല്യൂ ആണ് നമ്മൾ പറഞ്ഞത് മൈനസ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽ എഫ്. ക്ലിയർ ആയോ. അപ്പോൾ ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡെൽ എഫും, അവിടെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്താ പറഞ്ഞത്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽ എഫ് ആണ്. അതുപോലെ ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് മൈനസ് ഡെൽ എഫ്, ആൻഡ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഡെറിവേറ്റീവിന്റെ വാല്യൂ എന്താണ്, ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കൊണ്ട് മൈനസ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽ എഫ്. ഇനി പറയുന്നത് തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ ആ കേസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം യു എന്ന് പറയുന്നത് ഓർത്തോഗണൽ ആയിരിക്കും ഡെൽ എഫിന് അല്ലെ. യു ആൻഡ് ഡെൽ എഫ് നമ്മൾ ആദ്യം പറഞ്ഞു ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലിയിൽ തീറ്റ 0 ആണ്. അപ്പോൾ പാരലൽ കേസ് നമ്മൾ പറഞ്ഞു. ഇതുപോലെ നെക്സ്റ്റ് കേസിൽ ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ആണ്. അപ്പോൾ അവിടെ നമ്മൾ ഡിക്രീസസ് എന്ന് പറയുമ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി പറഞ്ഞു അല്ലേ. നെക്സ്റ്റ് കേസിൽ തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. ദാറ്റ് മീൻസ് യുവും ഡെൽ എഫും ഓർത്തോഗണൽ ആണ് അല്ലേ, നോർമൽ പെർപെൻഡിക്കുലർ. ഓക്കെ, സോ ഡെൽ എഫ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഇൻ ദാറ്റ് കേസ് അത് എഫിന്റെ 0 ചേഞ്ച് ഡയറക്ഷൻ ആണ്, അത് ശ്രദ്ധിക്കാം. ക്ലിയർ ആയല്ലോ. 0 ചേഞ്ച് ഇൻ എഫ് ആണ് ഈ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ. ദാറ്റ് മീൻസ് യു ആൻഡ് ഡെൽ എഫ് ഓർത്തോഗണൽ ആയിരിക്കുമ്പോൾ 0 ചേഞ്ച് ഇൻ എഫ് ആണ് സംഭവിക്കുക. അപ്പോൾ തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി π/2 ആണ് വരിക. സോ ഡി യു എഫ് ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, ഇനി ഇതിന്റെ ബേസ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് ഇ റേസ് ടു വൈ പ്ലസ് കോസ് ഓഫ് എക്സ് വൈ at the point 20 in the direction of v is equal to 3i minus 4j. Again, derivative of a function ചോദിച്ചിട്ടുണ്ട്, at a particular point പറഞ്ഞിട്ടുണ്ട്, in the direction of a vector ചോദിച്ചിട്ടുണ്ട്.
അപ്പോൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം അല്ലേ. ഇപ്പോൾ ഡയറക്ഷൻ ഓഫ് എ വെക്റ്റർ ബി, ഇപ്പോൾ തന്നിരിക്കുന്ന വെക്റ്ററിനെ ഇതേപോലെ യൂണിറ്റ് വെക്റ്റർ ആക്കാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. ആ വെക്റ്ററിനെ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് ലെങ്ത് ചെയ്താൽ മതി. അപ്പോൾ വി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് അല്ലേ. വെക്റ്റർ വി ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. ഇപ്പോൾ വെക്റ്റർ വി എന്ന് പറയുന്നത് 3i മൈനസ് 4j ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് ഈ കോർഡിനേറ്റ്സിന്റെ സ്ക്വയർ അല്ലേ. ഇവിടെ ഇപ്പോൾ -4 ആണ്. അപ്പോൾ 3 സ്ക്വയർ പ്ലസ് -4 സ്ക്വയർ. ഓക്കെ. അപ്പം ആദ്യം വി എന്ന് എഴുതിയിട്ടുള്ളൂ, ലാസ്റ്റ് സ്റ്റെപ്പിൽ വി എന്താന്ന് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ വി എന്താന്ന് കൊടുക്കാം. ഓക്കെ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് -4 ഹോൾ സ്ക്വയർ. ഈ -4 ഹോൾ സ്ക്വയർ എന്നത് മൈനസിന്റെ സ്ക്വയർ പ്ലസ് ആവും. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ആവും. ദാറ്റ് ഇസ് റൂട്ട് ഓഫ് 9 പ്ലസ് 16 റൂട്ട് 25 ദാറ്റ് ഇസ് 5. ക്ലിയർ ആയല്ലോ. അങ്ങനെയാണ് നമുക്ക് ഡിവൈഡഡ് ബൈ 5 കിട്ടുന്നത്. ഇനി ന്യൂമറേറ്ററിൽ വി എന്താണ് ഫസ്റ്റ് തൊട്ട് തന്നെ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി എന്ന് പറയുന്നത് 3i മൈനസ് 4j ആണ്. അപ്പോൾ 3i മൈനസ് 4j ഡിവൈഡഡ് ബൈ 5. ഇനി ഓരോന്നിനെയും സെപ്പറേറ്റ് ആയി ചെയ്യാം, ഡിനോമിനേറ്റർ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ 3/5i മൈനസ് 4/5j. ഓക്കെ. നെക്സ്റ്റ് ഇനി നമുക്ക് എഫ് എക്സും എഫ് വൈയും കണ്ടുപിടിക്കണം. അതും അറ്റ് ദിസ് പെർട്ടിക്കുലർ പോയിന്റ് തന്നിരിക്കുന്നത് 2,0 അല്ലേ. അപ്പോൾ എഫ് എക്സ് എന്ന് പറയുന്നത് ഡോ എഫ് ബൈ ഡോ എക്സ് ആണ്. സോ പാർഷ്യൽ ഡെറിവേറ്റീവ് ആയതുകൊണ്ട് വൈ കോൺസ്റ്റന്റ് ആക്കി വെക്കണം. ക്ലിയർ ആയല്ലോ. അപ്പോൾ എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താ, ഇ റേസ് ടു വൈ കോൺസ്റ്റന്റ് മാറ്റി എഴുതാം. എക്സിന്റെ ഡെറിവേറ്റീവ് 1 പ്രോഡക്റ്റ് അല്ലേ. അപ്പോൾ ഇ റേസ് ടു വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഇസ് 1. ഇ റേസ് ടു വൈ ഇൻറ്റു 1 ഇ റേസ് ടു വൈ. നെക്സ്റ്റ് കോസ് ഓഫ് എക്സ് വൈയുടെ ഡെറിവേറ്റീവ്. കോസ് ഓഫ് എക്സ് വൈയുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ കോസിന്റെ മൈനസ് സൈൻ ആണ്. സോ മൈനസ് സൈൻ എക്സ് വൈ എഴുതി. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പോൾ y ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1. അപ്പോൾ y വരും. മനസ്സിലായല്ലോ. അപ്പോൾ മൈനസ് സൈൻ എക്സ് വൈ ഇൻറ്റു വൈ ആണ്. y ആദ്യമേ എഴുതി കോഎഫിഷ്യന്റ് പോലെ, അത്രേ ഉള്ളൂ കേട്ടോ, കൺഫ്യൂസ്ഡ് ആവണ്ട. സോ എഫ് എക്സ് അറ്റ് ദ പോയിന്റ് 20 കാണാൻ എന്ത് ചെയ്യണം, എക്സിന് 2 വൈക്ക് 0 കൊടുക്കാം. ഓക്കെ. അപ്പോൾ y 0. അപ്പോൾ ഇ റേസ് ടു 0 1 ആണ്. നിങ്ങൾ ആദ്യമേ ഇവിടെ 0 കൊണ്ടിട്ട് 0 എഴുതരുത്. ഇ റേസ് ടു 0 ആണ്. സോ 1 മൈനസ് 0. അപ്പോൾ 1 കിട്ടും. നെക്സ്റ്റ് വൺ എഫ് വൈ അറ്റ് ദ പോയിന്റ് 2,0. എഫ് വൈ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എക്സ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ എക്സ് മാറ്റി എഴുതിയാൽ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഇ റേസ് ടു വൈ തന്നെയാണ്. എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ. നെക്സ്റ്റ് വൺ കോസിന്റെ മൈനസ് സൈൻ ആണ്. അപ്പോൾ മൈനസ് സൈൻ എക്സ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൈ വിത്ത് റെസ്പെക്ട് ടു വൈ. ഓക്കെ. നേരെ തിരിച്ചു. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റന്റ് മാറ്റി എഴുതി ഇൻറ്റു 1. അപ്പോൾ എക്സ് ഇൻറ്റു സൈൻ എക്സ് വൈ. നെക്സ്റ്റ് എക്സിന് 2 വൈക്ക് 0 കൊടുക്കാം. സോ എക്സിന് 2 കൊടുക്കാം. ഇ റേസ് ടു 0 മൈനസ് 2 സൈൻ 0 വരും. അപ്പോൾ സെക്കൻഡ് ടേം 0 ആയിപ്പോൾ അല്ലേ. ഫസ്റ്റ് വൺ എന്താവും, 2 ഇൻറ്റു ഇ റേസ് ടു 0 2 ഇൻറ്റു 1 വരും, ദാറ്റ് ഇസ് 2. ഇനി നമുക്ക് ഡെൽ എഫ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ, അറ്റ് ദ പോയിന്റ് 2,0. അപ്പോൾ ഗ്രേഡിയന്റ് എഫ് എന്ന് പറയുന്നത് എഫ് എക്സ് ഇൻറ്റു ഐ പ്ലസ് എഫ് വൈ ഇൻറ്റു ജെ ആണ് അല്ലേ. ഇത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു ഈ രണ്ട് ടേംസ് ഇപ്പോൾ. സോ കറസ്പോണ്ടിങ്, അതായത് എഫ് എക്സ് 1 കിട്ടി, എഫ് വൈ എന്ന് പറയുന്നത് നമുക്ക് 2 കിട്ടി അല്ലേ. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എഫ് എക്സ് ഇൻറ്റു ഐ, അതായത് 1 ഇൻറ്റു ഐ പ്ലസ് 2 ഇൻറ്റു ജെ, അതായത് ഐ പ്ലസ് 2j. അതാണ് ഡെൽ എഫ് അറ്റ് ദ പോയിന്റ് 2,0. അപ്പോൾ നമുക്ക് ഫൈനലി ഡി യു എഫ് അറ്റ് ദിസ് പോയിന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ഡെൽ എഫ് ഇപ്പോൾ കണ്ടുപിടിച്ചത് ഡോട്ട് യൂണിറ്റ് വെക്റ്റർ. അപ്പോൾ ഓൾറെഡി നമ്മൾ യൂണിറ്റ് വെക്റ്റർ ആദ്യമേ കണ്ടുപിടിച്ചു. തന്നിരിക്കുന്ന വെക്റ്ററിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലേ. അപ്പോൾ നമുക്ക് യൂണിറ്റ് വെക്റ്റർ കിട്ടി. ക്ലിയർ ആയല്ലോ. സോ അത് ആദ്യമേ കണ്ടുപിടിക്കാം. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡെൽ എഫ് കണ്ടുപിടിച്ചു. അപ്പോൾ ഡെൽ എഫ് ഡോട്ട് യു അത് ചെയ്താൽ മതി. ഇനി നമ്മൾ സാധാരണ രണ്ട് വെക്റ്റേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യില്ലേ, സോ ഡെൽ എഫ് ഡോട്ട് യു ചെയ്യുമ്പോൾ
ഐ ഡോട്ട് ഐ ടേംസ് 1 വരും, ബട്ട് ഐ ഡോട്ട് ജെ 0 ആയി പോകും. സോ അത് കൺസിഡർ ചെയ്യണ്ട. അപ്പോൾ സിമിലർ ആയിട്ടുള്ള ടേംസിന്റെ കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഐയുടെ കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഐയുടെ ഇവിടെ കോഎഫിഷ്യൻറ്റ് 1 ആണ്, ഇവിടെ 3/5 ആണ് അല്ലേ. 1 into 3/5 3/5 കിട്ടി. നെക്സ്റ്റ് വൺ പ്ലസും മൈനസും ശ്രദ്ധിക്കണം, ഇവിടെ പ്ലസും ഇവിടെ മൈനസ് ആണ്, സോ മൈനസ് വരും. 2 into 4/5 അല്ലേ, 2 into 4/5 8/5 ആണ്, മൈനസ് ആണ്. ഇപ്പോൾ 3/5 minus 8/5 എന്താ, 3 minus 8/5, that is minus 5/5 minus 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതേപോലെ നമ്മളിപ്പോൾ ജസ്റ്റ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് യൂസിങ് ദ ഫോർമുല del f dot u ചെയ്തു. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് നമ്മൾ പറഞ്ഞു അല്ലേ. ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി, ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി, ഡയറക്ഷൻസ് ഓഫ് സീറോ ചേഞ്ച്, അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്ന പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ ഡയറക്ഷൻസ് ഇൻ വിച്ച് f of xy is equal to x square by 2 plus y square by 2 increases most rapidly at the point 1, 1, decreases most rapidly at the point 1, 1. What are the directions of zero change of f at the point 1, 1? ക്ലിയർ ആയല്ലോ, മൂന്നും എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നിലും ബിഹേവിയർ നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് കേസിൽ ഫംഗ്ഷൻ ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ്, നമുക്കറിയാം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു, ഡെൽ എഫിൻ്റെ ഡയറക്ഷൻ അല്ലേ, അവിടെയാണ് ഫംഗ്ഷൻ ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി. അപ്പോൾ ഡെൽ എഫിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡെൽ എഫ് എന്ന് പറയുന്നത് എഫ് എക്സ് ഐ പ്ലസ് എഫ് വൈ ജെ ആണ്. എഫ് എക്സ് ഐ പ്ലസ് എഫ് വൈ ജെ, ഇതാണ് ഡെൽ എഫ്. അപ്പോൾ എഫ് എക്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് വൈ സ്ക്വയർ ബൈ 2 തന്നിട്ടുണ്ട്. ഇപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എടുക്കുമ്പോൾ നിങ്ങൾ വിത്ത് റെസ്പെക്ട് ടു ഏത് വേരിയബിൾ ആണ് ഡെറിവേറ്റീവ് കാണുന്നത്, ആ വേരിയബിൾ ഉള്ള ടേംസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ബാക്കിയെല്ലാം കോൺസ്റ്റൻസ് ആയിട്ടല്ല കൺസിഡർ ചെയ്യണം. ഇപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് വൈ സ്ക്വയർ ബൈ 2 വൈ സ്ക്വയർ ബൈ 2 കോൺസ്റ്റന്റ് ആവും. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ 0 വരും. അപ്പോൾ അത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. എക്സ് സ്ക്വയർ ബൈ 2ൻ്റെ ഡെറിവേറ്റീവ് മാത്രം എടുക്കുക. അപ്പോൾ 1/2 മാറ്റി എഴുതിയിട്ട് എക്സ് സ്ക്വയറിൻ്റെ 2x ആണ് അല്ലേ, 2ഉം 2ഉം ക്യാൻസൽ ചെയ്താൽ എക്സ് വരും. അതാണ് ഇവിടെ എഫ് എക്സ് ഇക്വൽ ടു എക്സ് ഇൻറ്റു ഐ. മനസ്സിലായില്ലേ, എഫ് എക്സ് ഇൻറ്റു ഐ പ്ലസ് അടുത്തത് എഫ് വൈ ഇൻറ്റു ജി. എഫ് വൈ കണ്ടുപിടിക്കാൻ ഇതേപോലെ എക്സ് സ്ക്വയർ ബൈ 2 കൺസിഡർ ചെയ്യണ്ട. ഓക്കെ, എഫ് വൈ കണ്ടുപിടിക്കണമെങ്കിൽ എക്സ് സ്ക്വയർ ബൈ 2ൻ്റെ 0 എന്ന് നമുക്കറിയാം. വൈ സ്ക്വയർ ബൈ 2ൻ്റെ എന്ത് വരും, 1/2 ഇൻറ്റു 2y. ഓക്കെ, അപ്പോൾ y വരും. അപ്പോൾ എഫ് എക്സ് ഇൻറ്റു ഐ പ്ലസ് എഫ് വൈ ഇൻറ്റു ജെ, അതായത് എക്സ് ഇൻറ്റു ഐ പ്ലസ് വൈ ഇൻറ്റു ജെ. ഇനി അറ്റ് ദ പോയിന്റ് 1, 1 ചോദിച്ചിട്ടുണ്ട്. സോ എക്സിനും വൈക്കും 1, 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഐ പ്ലസ് ജെ കിട്ടും. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഡയറക്ഷൻ കണ്ടുപിടിക്കണം അല്ലേ. പർട്ടിക്കുലർ പോയിന്റ് നമ്മൾ പറഞ്ഞു ഏത് ഡയറക്ഷൻ എന്ന് പറയട്ടെ. അപ്പോൾ ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കുക, അതായത് ഇപ്പോൾ ഈ കിട്ടിയ വെക്ടറിനെ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് ലെങ്ത് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ചെയ്യാം. അപ്പോൾ ഐ പ്ലസ് ജെ ആണ് വെക്ടർ, ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഐ പ്ലസ് ജെ. ഈ മോഡുലസ് ഓഫ് ഐ പ്ലസ് ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് ഐയുടെ കോഎഫിഷ്യൻറ്റ് 1, ജെയുടെ കോഎഫിഷ്യൻറ്റ് 1. ക്ലിയർ ആയല്ലോ. കോഎഫിഷ്യൻറ്റിനെ സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക റൂട്ടിൻ്റെ ഉള്ളിൽ, അതല്ല നമ്മൾ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നത്. സോ ഐ പ്ലസ് ജെ ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ഈ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്താ, √2. അത് ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ 1/√2 ഇൻറ്റു ഐ പ്ലസ് 1/√2 ഇൻറ്റു ജെ. ക്ലിയർ ആയല്ലോ. ഈ ഒരു ഡയറക്ഷനിലാണ് നമ്മുടെ ഫംഗ്ഷൻ ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി അറ്റ് ദ പോയിന്റ് 1, 1. നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് ഇതേപോലെ ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, മൈനസ് ഡെൽ എഫ് ഡയറക്ഷനിലാണ് ഡിക്രീസ് ചെയ്യുക അല്ലേ. അപ്പോൾ മൈനസ് ഡെൽ എഫ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ യു കണ്ടുപിടിച്ചില്ലേ, അത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡെൽ എഫ് ആണ്. അപ്പോൾ മൈനസ് ഡെൽ എഫിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് യു. ക്ലിയർ ആയോ. അപ്പോൾ മൈനസ് യു എന്ന് പറയുമ്പോൾ ഇപ്പോൾ കണ്ടുപിടിച്ച യുവിന് ജസ്റ്റ് നെഗറ്റീവ് ഓഫ് വാല്യൂ കൊടുക്കുക. അപ്പോൾ ഓൾറെഡി 1/√2 ഐ പ്ലസ് 1/√2 ജെ, ഇതാണ് യു കണ്ടുപിടിച്ചത്. അപ്പോൾ നെഗറ്റീവ് ഓഫ് ദിസ് യു, അപ്പോൾ മൈനസ് 1/√2 ഐ മൈനസ് 1/√2 ജെ. ഈ ഒരു ഡയറക്ഷനിലാണ് നമ്മുടെ ഫംഗ്ഷൻ ഏറ്റവും മാക്സിമം ഡിക്രീസ് വരുന്നത്, മോസ്റ്റ് റാപ്പിഡ്ലി അല്ലെങ്കിൽ ക്വിക്ക്ലി. ലാസ്റ്റ് കേസാണ് സീറോ ചേഞ്ച് ഡയറക്ഷൻ അല്ലേ. എഫിൻ്റെ സീറോ ചേഞ്ച് ഏത് ഡയറക്ഷനിലാണ്.
സോ ഡയറക്ഷൻസ് ഓഫ് സീറോ ചേഞ്ച് അറ്റ് ദ പോയിന്റ് 1 1 എന്ന് പറയുന്നത് എന്താ നമുക്കറിയാം ഓർത്തോഗണൽ ആവുമ്പോൾ യുവും ഡെൽ എഫും ഓർത്തോഗണൽ ആയിരിക്കുമ്പോഴാണ് എഫിന് സീറോ ചേഞ്ച് ഉണ്ടാവുക അല്ലെ അറ്റ് ദിസ് പെർട്ടിക്കുലർ പോയിന്റ്. അപ്പോൾ ഓർത്തോഗണൽ എന്ന് പറയുമ്പോൾ അതിന്റെ കമ്പോണൻസ് രണ്ട് കമ്പോണൻസ് എടുക്കണം. അതായത് ഇപ്പൊ നമ്മൾ യു ഓൾറെഡി കണ്ടുപിടിച്ചു, യൂണിറ്റ് വെക്ടർ കണ്ടുപിടിച്ചു 1/√2i + 1/√2j. അപ്പോൾ ഇനി നമ്മൾ എന്നും മൈനസ് എന്നും ആണ് അതായത് ഈ രണ്ട് ഡയറക്ഷൻസിലാണ് എപ്പോഴും നമുക്ക് സീറോ ചേഞ്ച് ഉണ്ടാവുക ഫംഗ്ഷന്. അപ്പോൾ n എടുക്കേണ്ടത് എങ്ങനെയാ, ഐയുടെ കമ്പോണന്റ് ജസ്റ്റ് നെഗറ്റീവ് പോലെ അതർ കമ്പോണന്റ് മൈനസ് എന്നെ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ -1/√2i + 1/√2j. ഇനി ഇതിന്റെ ജസ്റ്റ് നെഗേഷൻ ആണ് അടുത്തത്. അപ്പോൾ എന്നും മൈനസ് എന്നും ഇത് രണ്ടും നിങ്ങൾ അതായത് സീറോ ചേഞ്ച് ഓഫ് എഫ് ഡയറക്ഷൻസിൽ കൺസിഡർ ചെയ്യണം. ക്ലിയർ ആയല്ലോ? ഡെൽ എഫും യുവും ഓർത്തോഗണൽ ആയിരിക്കുമ്പോഴാണ് സീറോ ചേഞ്ച് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിച്ചു. ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു എന്നുള്ളത് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻക്രീസ് ചെയ്യുന്നതും ഇനി ഇൻ ദ ഡയറക്ഷൻ ഓഫ് മൈനസ് യു മോസ്റ്റ് റാപ്പിഡ്ലി ഡിക്രീസ് ചെയ്യുന്നതും പിന്നെ n ആൻഡ് മൈനസ് n ഡയറക്ഷൻസിലാണ് സീറോ ചേഞ്ച് ഉള്ളത്. ഈ എന്നും മൈനസ് എന്നും കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണ്, 1/√2 1/√2 ഇല്ലേ, അതിൽ ഒരെണ്ണം അതായത് ജസ്റ്റ് ഇന്റർചേഞ്ച് ഇത് എടുക്കണ പോലെ. അപ്പൊ ഐ കമ്പോണന്റ് നെഗറ്റീവ് ഒരെണ്ണം, പിന്നെ അതർ വൺ ജെ ജസ്റ്റ് ഓപ്പോസിറ്റ്, അങ്ങനെ. ഓക്കെ, നെക്സ്റ്റ് നോട്ട് at every point x0 y0 in the domain of a differentiable function f of xy, the gradient of f is normal to the level curve through x0 y0. അപ്പോൾ ഓൾറെഡി നമ്മൾ ലെവൽ കർവ്സും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ടോപ്പിക്സ് ആണ് അല്ലേ. സപ്പോസ് നിങ്ങൾക്ക് അത് ഓർമ്മ വരുന്നത് തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ലെവൽ കർവ് ഇപ്പോൾ നമ്മൾ നോർമലി എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞിട്ട് നമ്മൾ മെൻഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ x0 y0 എന്ന് പറയുന്ന ഏതൊരു പോയിന്റും, അതായത് എഫ് ഓഫ് എക്സ് വൈയിൽ വരുന്ന ഡൊമെയിനിൽ ഏതൊരു പോയിന്റിലും x0 y0 നമ്മൾ ജനറൽ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഏതൊരു x0 y0 ആകെ കൂടി കണ്ടീഷൻ എന്താ, ഇത് എഫ് ഓഫ് എക്സ് വൈയുടെ ഡൊമെയിനിലായിരിക്കണം ഈ പോയിന്റ് ഉണ്ടാവേണ്ടത്. ഓക്കെ, അതായത് എക്സ് വൈക്ക് ഏതെല്ലാം വാല്യൂസ് എടുക്കാൻ പറ്റും, ഇൻപുട്ട് വാല്യൂസ് എടുക്കാൻ പറ്റും, ആ ഡൊമെയിനിലായിരിക്കണം ഈ x0 y0 ഉണ്ടാവേണ്ടത്. അത്രയേ ഉള്ളൂ കണ്ടീഷൻ. ഇനി അത് മാത്രമല്ല, ഈ എല്ലാം പോയിന്റിൽ പറഞ്ഞ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഗ്രേഡിയന്റ് ഓഫ് എഫ് അതായത് ഡെൽ എഫ് എന്ന് പറയുന്നത് നോർമൽ ടു ദ ലെവൽ കർവ് ത്രൂ x0 y0 ആയിരിക്കും. നമ്മൾ ഏത് പോയിന്റ് ആണോ x0 y0 കൺസിഡർ ചെയ്യുന്നത് ആ x0 y0 പാസ് ചെയ്യുന്ന ലെവൽ കർവിന് നോർമൽ ആയിരിക്കും ഡെൽ എഫ്. അപ്പൊ ഈ ഡയഗ്രാം ഒന്ന് ശ്രദ്ധിക്കൂ. അപ്പോൾ ഈ ഒരു ഡയഗ്രാം അതിൽ കാണിച്ചിട്ടുണ്ട് x0 y0 എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, ഒരു അതായത് എഫ് ഓഫ് എക്സ് വൈ ഡൊമൈനിൽ വരുന്ന പോയിന്റ് തന്നെയാണ് x0 y0. ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെൽ എഫ്, അതാണ് ഡെൽ എഫ് അറ്റ് x0 y0 എന്ന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ വെക്ടറും കാണിച്ചിട്ടുണ്ട്. സോ ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലെവൽ കർവ് അതാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ലെവൽ കർവ് എഫ് ഓഫ് എക്സ് വൈ അതായത് എഫ് ഓഫ് x0 y0 അതാണ് ലെവൽ കർവ്. അപ്പൊ നമ്മുടെ ഡെൽ എഫ് അറ്റ് ദിസ് പോയിന്റ് x0 y0 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലെവൽ കർവിന് നോർമൽ ആയിരിക്കും. ക്ലിയർ ആയാലും അത് ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഈ ലെവൽ കർവിന് ടാൻജന്റ് ലൈൻ്റെ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഫോർമുല ഉണ്ട്, അതും കൂടി ജസ്റ്റ് ആഡ് ഓൺ ആയിട്ട് പഠിച്ചു വെക്കാം. ഒരു പക്ഷെ ചോദിക്കാം നിങ്ങളോട്. അപ്പോൾ ഈ ലെവൽ കർവിന് ടാൻജന്റ് ലൈൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, എഫ് എക്സ് at the point x0 y0 into x minus x0 plus fy at the point x0 y0 into y minus y0. ക്ലിയർ ആയല്ലോ? എഫ് എക്സ് എന്ന് പറയുന്നത് ഡോ എഫ് ബൈ ഡോ എക്സ് ആണ് at the point x0 y0. നമ്മൾ ഏത് പർട്ടിക്കുലർ പോയിന്റ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം അതിലൂടെ പാസ് ചെയ്യുന്ന ലെവൽ കർവ് അതിലൂടെ പാസ് ചെയ്യുന്ന ടാൻജന്റ് ലൈൻ്റെ ഇക്വേഷൻ ആണത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ എഫ് എക്സും എഫ് വൈയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും at this particular point x0 y0. അങ്ങനെയാണെങ്കിൽ ഈ ടാൻജന്റ് ലൈൻ്റെ ഇക്വേഷനും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ആൻ ഇക്വേഷൻ ഫോർ ദ ടാൻജന്റ് ടു ദ എലിപ്സ് x² by 4 plus y² is equal to 2 at the point -2 1. ക്ലിയർ ആയല്ലോ? അപ്പോൾ x0 y0 തന്നിട്ടുള്ളത് -2, 1 ആണ്. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമുക്ക് എലിപ്സ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ആ എലിപ്സിന്റെ ഇക്വേഷനും തന്നിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷൻ ഫോർ ടാൻജന്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അറ്റ് ദിസ് പെർട്ടിക്കുലർ പോയിന്റ്. അപ്പോൾ എലിപ്സ് എന്ന് പറയുന്നത് ഇതേപോലെ ലെവൽ കർവ് ആണ് ഓഫ് ദ ഫംഗ്ഷൻ. തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ലെവൽ കർവ് ആണ് എലിപ്സ് ആയിട്ട് തന്നിരിക്കുന്നത്. x²/4 + y², ഇതാണ് f of xy. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഫോർമുല വെച്ചിട്ട് നമുക്കിത് കണ്ടുപിടിക്കാം. ഇപ്പോൾ ഡെൽ എഫ് എന്ന് പറയുന്നത് ഡെൽ എഫ് അറ്റ് ദിസ് പോയിന്റ് കണ്ടുപിടിച്ചിട്ട്, അതായത് എഫ് എക്സ് ഐ പ്ലസ് എഫ് വൈ ജെ. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിൽ x²/4 + y². അപ്പോൾ ഇതിൻ്റെ എഫ് എക്സ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ടേം കൺസിഡർ ചെയ്താൽ മതി, x²/4. അപ്പോൾ 1/4 ഇൻറ്റു x²ൻ്റെ 2x, കാരണം y²ൻ്റെ 0 ആയി പോകും. 2ഉം 4ഉം ക്യാൻസൽ ചെയ്താൽ x/2 കിട്ടും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, x/2i പ്ലസ് നെക്സ്റ്റ് വൺ എഫ് വൈ കണ്ടുപിടിക്കുമ്പോൾ y²ൻ്റെ ഡെറിവേറ്റീവ് മാത്രം എടുക്കുക, 2y. സോ 2y ഇൻറ്റു ജെ. ഇനി അറ്റ് ദിസ് പോയിന്റ് എന്ന് പറയുമ്പോൾ എക്സിന് -2ഉം വൈക്ക് 1ഉം കൊടുക്കാം. അപ്പോൾ -2/2 ആണ് ഫസ്റ്റ് ടേം i പ്ലസ് 2 ഇൻറ്റു 1 ഇൻറ്റു ജെ. അപ്പോൾ എന്ത് വരും? -2/2 എന്ന് പറഞ്ഞാൽ -1, അപ്പോൾ -i പ്ലസ് 2j. ഓക്കെ, -i പ്ലസ് 2j ആണ് നമുക്ക് ഡെൽ എഫ് അറ്റ് ദിസ് പോയിന്റ് കിട്ടും. സോ ഓൾറെഡി നമ്മൾ ഗ്രേഡിയന്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് റെപ്രസെന്റ് ചെയ്യുന്നത് എഫ് എക്സ് ഐ പ്ലസ് എഫ് വൈ ജെ ആണ് അല്ലേ. അതിൽ എഫ് എക്സ് എന്ന് പറയുന്നത് -1. അപ്പോൾ -i പ്ലസ് ഇതേപോലെ -i പ്ലസ് 2j അല്ലേ കിട്ടിയത്. അപ്പോൾ എഫ് എക്സ് എന്ന് പറയുന്നത് -1ഉം എഫ് വൈ എന്ന് പറയുന്നത് 2. ശരിയല്ലേ? ഇത് ജസ്റ്റ് അതിൻ്റെ കോർഡിനേറ്റ്സ് ആണ് വരിക. ഓക്കെ, സോ എഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. ഓക്കെ, അപ്പോൾ x0, y0 നമുക്ക് -1 ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ എഫ് എക്സ് എന്നത് -1 ആണ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് ഓഫ് -2 എന്താ x+2 പ്ലസ് നെക്സ്റ്റ് വൺ എഫ് വൈ 2 ആണ് നമുക്കറിയാം, 2 ഇൻറ്റു y മൈനസ് y0, അതായത് y മൈനസ് 1 ഇസ് ഈക്വൽ ടു 0. ഇതിന് ജസ്റ്റ് ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുക, റീഅറേഞ്ച് ചെയ്യുക, ഇക്വേഷൻ കിട്ടും. സോ മൈനസ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, -x - 2 പ്ലസ് 2 ഇൻറ്റു y മൈനസ് 2 ഇൻറ്റു -1, അതായത് 2y - 2 ഇസ് ഈക്വൽ ടു 0. ഇവിടെ -2 - 2 -4 കിട്ടും, -x പ്ലസ് 2y അങ്ങനെ തന്നെ എഴുതി. ഇനി ജസ്റ്റ് കംപ്ലീറ്റ്ലി നെഗേറ്റ് ചെയ്യുക, അതായത് ഇതിൽ നിന്ന് നമുക്ക് -x പ്ലസ് 2y ഇസ് ഈക്വൽ ടു 4 കിട്ടും. അപ്പോൾ ഫസ്റ്റ് ടൈം എക്സിൻ്റെ പ്ലസ് ആക്കണം, അപ്പോൾ ത്രൂ ഔട്ട് നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും, ദെൻ ഇത് മൈനസ് ആവും, ദെൻ ഇത് മൈനസ് അല്ലേ. അപ്പോൾ x മൈനസ് 2y ഇസ് ഈക്വൽ ടു -4. ഓക്കെ, അങ്ങനെ ഇങ്ങനെ തന്നെ എഴുതണമെന്നൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് ആ ഒരു എക്സ്പ്രഷനിലെ എക്സിൻ്റെ ടേം കോഎഫിഷ്യന്റ് പ്ലസ് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. x മൈനസ് 2y ഇസ് ഈക്വൽ ടു -4 ആണ് ടാൻജന്റ് ടു ദ എലിപ്സ് അറ്റ് ദ പോയിന്റ് -2, 1. നെക്സ്റ്റ് നമ്മൾ ഫങ്ഷൻസ് ഓഫ് 3 വേരിയബിൾസ്. ഇപ്പോൾ നേരത്തെ നമ്മൾ ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾസിലാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് പറഞ്ഞത്. ഇനി ഫങ്ഷൻസ് ഓഫ് 3 വേരിയബിൾ കോൺസെപ്റ്റ് കൂടി നോക്കാം. ഫോർ എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ സെഡ് ആൻഡ് എ യൂണിറ്റ് വെക്റ്റർ. അപ്പോൾ നമ്മളിവിടെ കെയുടെ ടേമും കൂടി കൺസിഡർ ചെയ്യണം, അതായത് എക്സ് വൈ സെഡ് കോൺസെപ്റ്റ് വന്നു അല്ലേ. സോ u1i പ്ലസ് u2j പ്ലസ് u3k. അങ്ങനെയാണെങ്കിൽ ഡെൽ എഫ് എന്തായിരിക്കും? എഫ് എക്സ് ഇൻറ്റു ഐ പ്ലസ് എഫ് വൈ ഇൻറ്റു ജെ പ്ലസ് എഫ് സെഡ് ഇൻറ്റു കെ. ക്ലിയർ ആയല്ലോ? വൺ മോർ ടേം വരും റിലേറ്റഡ് ടു സെഡ്, അത്രയേ ഉള്ളൂ. അതുപോലെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ്യുടെ ഫോർമുലയിൽ വരുന്ന ചേഞ്ച് എന്താ? ഡെൽ എഫ് ഡോട്ട് u1. അപ്പോൾ എഫ് എക്സ് ഇൻറ്റു u1, ഇത് രണ്ടും കൂടിയിട്ട് ഈ രണ്ട് ടേംസ് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യാം അല്ലേ. ഐയുടെ കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക, പ്ലസ് ജെയുടെ കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് കെയുടെ കോഎഫിഷ്യൻസ്, അത്രയേ ഉള്ളൂ. സോ ഇത് ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ ഐ ഡോട്ട് ഐ, അതായത് u1 ഇൻറ്റു ഡോ എഫ് ബൈ ഡോ എക്സ്, അതായത് ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു u1 പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു u2, ലാസ്റ്റ് വൺ ഡോ എഫ് ബൈ ഡോ സെഡ് ഇൻറ്റു u3. ഓക്കെ, അല്ലെങ്കിൽ ഇതിനെങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ഡി യു എഫ് ഇക്വൽ ടു ഡെൽ എഫ് ഡോട്ട് യു ഇസ് ഈക്വൽ ടു അഗെയിൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽ എഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് യു ഇൻറ്റു കോസ് തീറ്റ. അപ്പോൾ ഇത് ഓൾറെഡി 1 ആണ്, സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽ എഫ് ഇൻറ്റു കോസ് തീറ്റ.
ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ എഫ് എന്ന് പറയുന്നത് എന്ത് ശ്രദ്ധിച്ചാൽ മതി, ഫംഗ്ഷൻ ഓഫ് 3 വേരിയബിൾസ് ആണ്. അപ്പോൾ അതനുസരിച്ചുള്ള ടേംസ് സെഡിന്റെ ടേമും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു x cube minus xy square minus z at the point P naught 110 in the direction of v is equal to 2i minus 3j plus 6k. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പോയിന്റ്സ് കണ്ടാൽ മനസ്സിലാക്കിക്കൂടാ. അതായത് രണ്ട് കോർഡിനേറ്റ്സേ തന്നിട്ടുള്ളൂ എങ്കിൽ എക്സ് വൈ കോൺസെപ്റ്റ് എടുക്കാം. ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾസ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ 3 വേരിയബിൾസ് തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞത് ഇൻക്ലൂഡ് ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ ആയി മനസ്സിലാക്കിയാൽ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എഫിന്റെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കാണണം അറ്റ് ദിസ് പോയിന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദിസ് വെക്ടർ. ഇനി അതിന്റെ സബ് ക്വസ്റ്റ്യൻ വേറെ തന്നിരിക്കുന്നത്, ഇൻ വാട്ട് ഡയറക്ഷൻസ് ഡസ് എഫ് ചേഞ്ച് മോസ്റ്റ് റാപ്പിഡ്ലി അറ്റ് പി നോട്ട് ആൻഡ് വാട്ട് ആർ ദ റേറ്റ്സ് ഓഫ് ചേഞ്ച് ഇൻ ദീസ് ഡയറക്ഷൻസ്. അപ്പോൾ ഇവിടെ എല്ലാം ചോദിച്ചിട്ടില്ല. എഫ് ഏറ്റവും കൂടുതൽ ക്വിക്ക്ലി ചേഞ്ച് ചെയ്യുന്നത്, ആ ഒരു ഇൻക്രീസ് ഉള്ളത് പി നോട്ടിൽ, അത് ഏത് ഡയറക്ഷൻസിലാണ് ചോദിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഡയറക്ഷൻസ് മാത്രമല്ല ചോദിച്ചിട്ടുള്ളത്, ആ റേറ്റ്സ് ഓഫ് ചേഞ്ചും എന്താണ് ആ ചേഞ്ച് ഇൻ വാല്യൂ അതും കൂടി ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നിരിക്കുന്ന വെക്ടറിനെ യൂണിറ്റ് വെക്ടർ ആക്കാൻ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ വി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വി അല്ലേ. ഇപ്പോൾ വെക്ടർ വി, അതായത് തന്നിരിക്കുന്നത് 2i minus 3j plus 6k അല്ലേ, ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ഓരോ കോഎഫിഷ്യൻസ് സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക. 2 സ്ക്വയർ പ്ലസ് മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ. ഓക്കെ, അപ്പോൾ അതാണ് ഇത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഈ സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. റൂട്ട് ഓഫ് 49 ദാറ്റ് ഇസ് 7 കിട്ടും. ഇനി എന്ത് ചെയ്യണം, വെക്ടർ വി ആ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ 2i minus 3j plus 6k ഡിവൈഡഡ് ബൈ 7. ഇനി സ്പ്ലിറ്റ് ചെയ്യാം, ഓരോ ടേംസ് ബൈ 7 ചെയ്യാം. അപ്പോൾ 2/7i മൈനസ് 3/7j പ്ലസ് 6/7k. ഇതാണ് നമുക്ക് യൂണിറ്റ് വെക്ടർ ഇപ്പം നമ്മൾ കിട്ടിയത്. ഇനി ഗ്രേഡിയന്റ് ഓഫ് എഫ് കണ്ടുപിടിക്കണം. സോ അത് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് എഫ് എക്സ്, എഫ് വൈ, എഫ് സെഡ് കണ്ടുപിടിക്കാം അറ്റ് ദിസ് പെർട്ടിക്കുലർ പോയിന്റ് 1, 1, 0. അപ്പോൾ ആദ്യം എഫ് എക്സ്. ഫസ്റ്റ് ഓഫ് ഓൾ എഫ് ഓഫ് എക്സ് വൈ സെഡ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താ, എക്സ് ക്യൂബ് മൈനസ് എക്സ് വൈ സ്ക്വയർ മൈനസ് സെഡ് അല്ലേ. ഇനി എഫ് എക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സിന്റെ ടേംസ് മാത്രം നോക്കാം. അതായത് എക്സ് ക്യൂബിന്റെ 3x സ്ക്വയർ ആണ്, മൈനസ് വൈ സ്ക്വയർ കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ് 1, എക്സിന്റെ ഡെറിവേറ്റീവ് 1. അപ്പോൾ 3x സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഓക്കെ, അറ്റ് ദ പോയിന്റ് 1, 1, 0 പറയുമ്പോൾ എക്സിന് 1ഉം വൈക്ക് 1ഉം കൊടുക്കുക. സോ എക്സിന് 1, വൈക്ക് 1 കൊടുക്കുക. അപ്പോൾ 3 മൈനസ് 1 ദാറ്റ് ഇസ് 2. ക്ലിയർ ആയല്ലോ? അതുപോലെ അടുത്തത് എഫ് വൈ കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞിട്ട് അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ് കണ്ടുപിടിക്കാം. എഫ് വൈ കണ്ടുപിടിക്കണമെങ്കിൽ വൈയുടെ ടേംസ് മാത്രം എടുക്കുക. സോ എക്സ് വൈ സ്ക്വയർ മൈനസ് എക്സ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ മൈനസ് എക്സ് ഇൻറ്റു വൈ സ്ക്വയറിൻ്റെ 2y, അപ്പോൾ മൈനസ് 2xy വരും. അറ്റ് ദ പോയിന്റ് 1, 1, 0 പറയുമ്പോൾ എക്സിനും വൈക്കും 1, 1 കൊടുക്കുക. സോ മൈനസ് 2 ആണ് ആൻസർ കിട്ടുക. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ലാസ്റ്റ് വൺ എഫ് സെഡ് ആണ്. വിത്ത് റെസ്പെക്ട് ടു സെഡ് ലാസ്റ്റ് ടേം മാത്രം എടുക്കുക, അതിൻ്റെ ഡെറിവേറ്റീവ് -1. ഓക്കെ, അപ്പോൾ നമുക്കിനി ഡെൽ എഫ് അറ്റ് ദിസ് പോയിന്റ് എന്ന് പറയുന്നത് എന്താ, corresponding terms with coefficients means corresponding vectors ഏതാ, I, J, K അല്ലേ. സോ എഫ് എക്സ് ഇൻറ്റു ഐ, അതായത് 2i മൈനസ് 2j മൈനസ് k, മൈനസ് 2j മൈനസ് k കിട്ടി. അപ്പോൾ ഡെൽ എഫ് കിട്ടി അറ്റ് ദിസ് പെർട്ടിക്കുലർ പോയിന്റ്. ഇനി ഡെറിവേറ്റീവ് ഓഫ് എഫ്, അപ്പോൾ അതായത് നമുക്ക് ഡെൽ എഫ് കിട്ടിയിട്ടുള്ളൂ. ഇനി ഡയറക്ഷണൽ ഡെറിവേറ്റീവ് അറ്റ് ദിസ് പോയിന്റ് കാണും. സോ
gradient of f at this point കിട്ടി dot u യൂണിറ്റ് വെക്റ്റർ. അപ്പോൾ യൂണിറ്റ് വെക്റ്റർ ഓൾറെഡി നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചു അല്ലേ? അപ്പോൾ രണ്ടിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ് ഇപ്പോൾ കണ്ടുപിടിച്ചത് del f ആണ്, അത് ഡോട്ട് u. ക്ലിയർ ആയല്ലോ? ഇനി കറസ്പോണ്ടിങ് i ടേംസിൻ്റെ കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2 into 2/7 4/7 minus 2 into minus 3/7 plus 6/7 വരും. Then minus 1 into 6/7 minus 6/7. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ ഇവിടെ 6/7 minus 6/7 ക്യാൻസൽ ആയി 4/7 ആണ് ആൻസർ. ഇത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി അതിൽ തന്നിരിക്കുന്ന സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എഫ് എപ്പോഴാണ് മോസ്റ്റ് റാപ്പിഡ്ലി ചേഞ്ച് ചെയ്യാന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ചേഞ്ച് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇൻക്രീസ് എന്നാണോ ഡിക്രീസ് എന്നാണോ എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ രണ്ട് കേസും പറയാം. അതായത് ദ ഫംഗ്ഷൻ ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് del f. ഓക്കെ, ഓൾസോ ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് മൈനസ് del f. ഇത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്, പ്രോപ്പർട്ടീസിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ മോസ്റ്റ് റാപ്പിഡ്ലി ചേഞ്ച് ആവുന്നത് ഏതെല്ലാം ഡയറക്ഷൻ, അത് മാത്രമല്ല ആ റേറ്റ് ഓഫ് ചേഞ്ചും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത് എന്താ? del f ഇപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ചു അല്ലേ? del fന്റെ ഡയറക്ഷനിലാണ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻക്രീസ് ചെയ്യുന്നതും മൈനസ് del fന്റെ ഡയറക്ഷനിലാണ് മോസ്റ്റ് റാപ്പിഡ്ലി ഡിക്രീസ് ചെയ്യുന്നതും. ക്ലിയർ ആയല്ലോ? അപ്പോൾ അത് എഴുതുക. അത് മാത്രമല്ല റേറ്റ്സ് ഓഫ് ചേഞ്ച്, ഇപ്പോൾ ഡയറക്ഷൻ ഏതൊക്കെയാണ് നമ്മൾക്ക് പറഞ്ഞു, പക്ഷെ എന്താണ് ഈ പറഞ്ഞ ഡയറക്ഷൻസിലുള്ള റേറ്റ്സ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ del fന്റെ മാഗ്നിറ്റ്യൂഡ് അത് കണ്ടുപിടിക്കാം. ഓക്കെ, അതിൻ്റെ ഡയറക്ഷനിലാണ് ഇപ്പോൾ ഇൻക്രീസ് മോസ്റ്റ് റാപ്പിഡ്ലി ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. അപ്പോൾ ഓൾറെഡി 2i minus 2j minus k ഇതാണ് del f നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസ് സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് മൈനസ് 2 സ്ക്വയർ പ്ലസ് മൈനസ് 1 സ്ക്വയർ. മനസ്സിലായല്ലോ? ഇപ്പോൾ റൂട്ട് ഓഫ് 9 വരും, ദാറ്റ് ഇസ് 3. ഇനി ഇതെന്ന് പറയുന്നത് ഇപ്പോൾ മോസ്റ്റ് റാപ്പിഡ്ലി ഇൻക്രീസ് ചെയ്യുന്ന ഡയറക്ഷൻ. ഓക്കെ, അവിടുത്തെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ്, ശ്രദ്ധിക്കണം റേറ്റ് ഓഫ് ചേഞ്ച്. നിങ്ങളോട് റേറ്റ് ഓഫ് ചേഞ്ച് അവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം, ഇത്രയും എഴുതിയാൽ മതി. del fൽ മാക്സിമം ഇൻക്രീസും മൈനസ് del fൽ മോസ്റ്റ് റാപ്പിഡ് ഡിക്രീസും. ഓക്കെ, ഈ പറഞ്ഞ ഡയറക്ഷൻസിൽ റേറ്റ്സ് ഓഫ് ചേഞ്ച് എന്താണെന്ന് എടുത്ത് ചോദിച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കണ്ടുപിടിക്കും. അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് del f ഇവിടെയാണ് മോസ്റ്റ് റാപ്പിഡ് ഇൻക്രീസും മോസ്റ്റ് റാപ്പിഡ് ഡിക്രീസ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ്, അതായത് മൈനസ് del fന്റെ ഡയറക്ഷൻ. സോ എന്ത് ചെയ്താൽ മതി? del fന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചില്ലേ, അതിന് ജസ്റ്റ് നെഗേറ്റ് കൊടുത്താൽ മതി, നെഗറ്റീവ് ഓഫ് എന്നുള്ള വാല്യൂ കൊടുത്താൽ മതി. അവിടെ ആയിരിക്കും, അതായത് മോസ്റ്റ് റാപ്പിഡ്ലി ഡിക്രീസ് ചെയ്യുന്ന ഡയറക്ഷനിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എഫ് എന്താ? -3. ഇനി മോസ്റ്റ് റാപ്പിഡ്ലി ഇൻക്രീസ് ചെയ്യുന്ന ഡയറക്ഷനിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എഫ് +3. ക്ലിയർ ആയല്ലോ?